ഇസ്രയേലിന്റെ അതിക്രമം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡർ അദ്നാൻ അബു അൽ ഹൈജ റിപ്പോർട്ടറിനോട്. ആശുപത്രികളും സ്കൂളുകളും അടക്കം എല്ലാം ഇസ്രയേൽ തകർത്തു. പലസ്തീനികൾക്ക് കുടിവെള്ളം പോലും ലഭിക്കുന്നില്ല. ഇന്ത്യക്കാർ പലസ്തീനെ പിന്തുണയ്ക്കുന്നുണ്ട്. മലയാളികളുടെ പിന്തുണയ്ക്ക് നന്ദിയുണ്ടെന്നും അദ്നാൻ അബു അൽ ഹൈജ പറഞ്ഞു. Not only hospitals, everything, all kind of life. The Gaza Strip is lifeless. There is no electricity, there is no water, there is colleges, there is no schools, there is no medicine, there is no food, there is no infrastructure completely. Who can stop is the international community in general and especially the United States. They should make real pressure against their child Israel. Always we are looking for more from India as a friend of both, right? We know that majority of the Indian people are supporting the Palestinian people. They are supporting the Palestinian cause. I'm in Kerala by my videos in the events, right? And we are following all the events going on in Cochin, in Malappuram, in Trivandrum, in all areas of Kerala. So we are calling them to continue their support. ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. അതിൽ എന്തായാലും ഇസ്രായേലിന്റെ അതിക്രമം അവസാനിപ്പിക്കാൻ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ തന്നെ ഇടപെടൽ ആവശ്യമാണ്. അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടണമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിന് നന്ദി പറയുന്നുണ്ട് പിന്തുണയ്ക്ക്. എന്തൊക്കെ കാര്യങ്ങൾ മറ്റദ്ദേഹം പറഞ്ഞു വെക്കുന്നു? ഇപ്പോഴും ഗസയിൽ പലസ്തീനിൽ ദുരിത ജീവിതമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിക്രമം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴും അതിനൊരു ശമനവുമില്ല. കുടിവെള്ളം പോലും ലഭിക്കാത്ത സ്ഥിതിയാണ് പലസ്തീനിൽ ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ച് എല്ലാ സ്കൂളുകളടക്കം, കോളേജുകളടക്കം, ആശുപത്രികളടക്കം എല്ലാ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇസ്രയേൽ ആർമി തകർത്തിട്ടുണ്ട് എന്നാണ് ഇന്ത്യയിലെ പലസ്തീൻ സ്ഥാനപതി വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടറിനോട് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം ഇന്ത്യ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് മുന്നിൽ വച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് ഇസ്രായേലുമായി സൌഹൃദമുണ്ട്. ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഇന്ത്യ നടത്തണം. യുദ്ധം അവസാനിപ്പിക്കാൻ, അതിക്രമം അവസാനിപ്പിക്കാൻ ഉപദേശിക്കണം എന്നതുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ത്യൻ സ്ഥാനപതി അദ്നാൻ അബു അൽ ഹൈജ. മലയാളികളുടെ പിന്തുണ കാണുന്നുണ്ട്. ഇന്ത്യ ഔദ്യോഗികമായി ഇസ്രായേലിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, പിന്തുണയ്ക്കുന്നതെങ്കിലും ഇന്ത്യക്കാർ പൊതുവിൽ പലസ്തീൻ അനുകൂലമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ പല ഐക്യദാർഢ്യ പരിപാടികളും താൻ കണ്ടിട്ടുണ്ട്. അതിന് മലയാളികളോട് നന്ദി പറയുന്നതായും അദ്നാൻ അബു അൽ ഹൈജ പറഞ്ഞിട്ടുണ്ട്. ശ്രുതി, ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.